ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. നമ്മുടെ ഒബിസിറ്റി സീരീസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മദ്യപാനം അഥവാ ആൽക്കഹോളിൻ്റെ യൂസും ഒബിസിറ്റിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന ആൾക്കാർ അധികമുണ്ട്. അപ്പോൾ എല്ലാവരും കുറേശ്ശൊക്കെ മദ്യപിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒബിസിറ്റി അഥവാ അമിതവണ്ണത്തിന് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി കാലറി എന്നാണ് നമ്മളെ പറയുന്നത്. അതായത് അതിൽ നിന്നും ധാരാളം എനർജി നമുക്ക് കിട്ടും, പക്ഷേ അതിൽ നിന്നും യാതൊരു വിധമായ ന്യൂട്രീഷണൽ വാല്യൂ അതിനില്ല. അതായത് അതിന് വിറ്റമിൻ ഇല്ല, യാതൊരു ന്യൂട്രീഷണൽ വാല്യൂവും ഇല്ല. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ഫാറ്റ് 1 ഗ്രാമിന് ഏകദേശം 9 കാലറി കിട്ടുമെങ്കിൽ ആൽക്കഹോൾ 1 ഗ്രാമിന് ഏകദേശം 7 കാലറി കിട്ടും. അപ്പം വളരെയധികം എനർജി ഡെൻസായിട്ടുള്ള ഒരു ഫുഡാണ് ആൽക്കഹോൾ. അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ വയറിൽ നിന്നും വേറെ ഡൈജഷൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നേരെ വയറിൽ നിന്ന് നമ്മുടെ ലിവറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലിവറിൽ വെച്ചാണ് ഇതിൻ്റെ മേജർ ഡീടോക്സിഫിക്കേഷൻ. ആൽക്കഹോൾ ഒരു ടോക്സിൻ ആണല്ലോ, ഒരു വിഷമാണ്. അധികമായ അളവിൽ അത് വിഷം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വയറിലെത്തിയിട്ടാണ് അതിനകത്ത് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി അതിനെ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ബൈ പ്രോഡക്ട്സ്, അസറ്റേറ്റ് എന്ന് പറയും, ഈ ബൈ പ്രോഡക്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞുകൂടാനായിട്ട് കാരണമാകും. അപ്പോൾ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ട് പ്രധാനമായിട്ടും ആൽക്കഹോളിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓൾറെഡി ഉള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നത് കുറയും, ബാക്കിയുള്ള ഡൈജഷൻ എല്ലാം കുറയും. ആൽക്കഹോളിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സിഫൈ ചെയ്യുന്നതിലേക്ക് ബോഡി തിരിയും. അപ്പോൾ ഈ ഡീടോക്സിഫൈ ചെയ്തുണ്ടാകുന്ന ടോക്സിൻസ് എല്ലാം തന്നെ കൊഴുപ്പായിട്ട് മാറിയിട്ട് അത് ലിവർ സെല്ലിൽ നമ്മുടെ കരളിൻ്റെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പോൾ ഓൾറെഡി ഫാറ്റി ലിവർ, അതായത് ഒബിസിറ്റി, അമിതവണ്ണമുള്ളവർക്ക് ഫാറ്റി ലിവർ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഫാറ്റി ലിവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലിവർ സെല്ലിലേക്ക് ആണ് വീണ്ടും ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ അത് ഈ കൂനുമേൽ കുരു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലിവറിന് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫാറ്റി ലിവറിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒബിസിറ്റി ആണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആൽക്കഹോൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ ലിവറിന് അതിഭീകരമായൊരു സ്ട്രെസ് ഉണ്ടാവുകയും ഗ്രാജുവലി ലിവറിൻ്റെ റിക്കവറി കുറയുകയും ഫൈബ്രോസിസ് തുടങ്ങിയ അഡ്വാൻസ് സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അത് കൂടുതൽ അളവിൽ ആൽക്കഹോൾ കഴിക്കുന്നവർക്കാണ് ഇതെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ്. അപ്പം ആൽക്കഹോളിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആണ്. അപ്പോൾ പലർക്കും അറിയാം, എരിവുള്ളതും എണ്ണ അടങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ആഹാരം സ്നാക്സ് ആയിട്ട് ആൾക്കാർ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതും അഡീഷണൽ എനർജി, അഡീഷണൽ സ്ട്രെസ്സാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കുന്നത്. ഈ ഫാറ്റ് എല്ലാം തന്നെ സ്നാക്സിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും ഉണ്ടാക്കുന്ന ഫാറ്റ് എല്ലാം തന്നെ നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടും. പ്രധാനമായിട്ടും ലിവറിലും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പായിട്ടുമാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ അത് വീണ്ടും ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മടി ഉണ്ടാക്കുകയും ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും വീണ്ടും ഡയബറ്റീസ് അങ്ങനെയുള്ള മറ്റുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ആൽക്കഹോൾ ഒട്ടും കഴിക്കരുതെന്നാണോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൽക്കഹോൾ ഒട്ടും കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് അളവിൽ, അപ്പോൾ നമ്മൾ വെളി രാജ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് യൂണിറ്റ്സ് അളവിലാണ് പറയുന്നത്. അപ്പോൾ ഒരു 14 യൂണിറ്റ് ഒരാഴ്ച ആൽക്കഹോൾ. അപ്പോൾ നിങ്ങളുടെ ആൽക്കഹോൾ ഏത് തരത്തിലുള്ള ആൽക്കഹോൾ ഉപയോഗിച്ചാലും അതിൻ്റെ പുറത്ത് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു മിതമായ അളവിൽ കഴിക്കുക, കഴിവതും കഴിക്കാതിരിക്കുക തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒബിസിറ്റിയുടെ അളവ് കുറയും, ലിവറിനുള്ള ഇഞ്ചുറി കുറയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ആൽക്കഹോൾ മിതമായ അളവിലായാൽ പോലും അത് ലിവറിനെ ബാധിക്കും. വണ്ണം കൂടുതലുള്ളവർക്ക് അത് അമിതവണ്ണത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഇതൊക്കെ ആലോചിക്കുക. ഇതൊരു ലോങ് ടൈം ടോക്സിനായിട്ട് നിങ്ങളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അത് ദൂരവ്യാപകമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.